ഹേ ഗായ്സ്, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കം വിഷു വ്ളോഗാണ്. ബിക്കോസ് എനിവേ നാളെ, അതായത് വിഷുവിൻ്റെ ദിവസം എനിക്ക് കോളേജിൽ എന്തായാലും പോകണം. ആൻഡ് ഓൾസോ ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഔട്ട് ദ ഫീലിംഗ് ഓഫ് വിഷു. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണ്. ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനിത്തിങ്. എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് ഒന്നും വിട്ടുപോകാതിരിക്കാൻ അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് വയ്ക്കുകയാണ്. ഇതിൽ കൊന്നപ്പൂ കാണുമ്പോഴാണ് ഏറ്റവും സങ്കടം. വളരെ കുറച്ചേ കിട്ടുള്ളൂ സിറ്റിയിലൊക്കെ, ആൻഡ് ദാറ്റ് ടു വാടിക്കരിഞ്ഞ പൂക്കൾ. പക്ഷേ നമ്മൾ നാട്ടിലായിരുന്നപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കണിക്കൊന്ന മരം ഉണ്ടായിരുന്നു. അടിപൊളി ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ അറേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊരു ഫലൂഡ കൊണ്ടുവന്നു. അപ്പോൾ ഫലൂഡയൊക്കെ കഴിച്ചിട്ട് കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ പായസം പ്രിപ്പറേഷൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തു. എൻ്റെ അച്ഛൻ ഏറ്റവും താല്പര്യമായിട്ട് കിച്ചണിൽ കയറി ചെയ്യുന്ന ഒരേ ഒരു സാധനം ഈ പായസം ഉണ്ടാക്കലാണ്, ആൻഡ് ദാറ്റ് ടു കടലപ്പായസം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചേക്കുകയാണ്. ശർക്കര, തേങ്ങ, പിന്നെ കടലപ്പരിപ്പ്, ചവ്വരി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ ഏലക്ക, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതാ പായസത്തിലിടാനായിട്ട് തന്നെ തേങ്ങ ചെറിയ പീസസ് ആയിട്ട് അരിയുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അച്ഛൻ എന്താ തേങ്ങയുടെ ഒന്നാം പാലെടുക്കാൻ ഉള്ള പ്രിപ്പറേഷനാണ്. ഈ കടലപ്പായസത്തിന് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി വേറെ അടുത്തൊക്കെ ഇതേപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് യൂട്യൂബിലൊന്നും നോക്കിയ റെസിപ്പിയല്ല. അച്ഛൻ്റെ ഒരു അങ്കിൾ നല്ലപോലെ പായസം വയ്ക്കും. അപ്പോൾ പുള്ളീൻ്റെ റെസിപ്പി തന്നെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണ്. ഇതാ ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്യാൻ വച്ചേക്കുവാണ്. ഇതിലെൻ്റെ ഒരു റോളും ഇല്ല. ഈവൻ അസിസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ നിന്നിട്ടില്ല. പക്ഷേ നല്ല ഷോർട്സ് വരുമ്പോൾ അച്ഛൻ വിളിക്കും, അമ്മു ഇത് ഈ സ്റ്റെപ്പായി, ഇതെടുത്തോ, ഇത് വേണമെങ്കിൽ എടുത്തോ, നിൻ്റെ വ്ളോഗിലിട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കും. ഇത് നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചിട്ട് പായസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ആവും. യൂഷ്വലി കൺസ്യൂം ആവുമെന്നറിയില്ല. പക്ഷേ ഈ രീതിയിൽ അച്ഛനുണ്ടാക്കുമ്പോഴും ഈ പറഞ്ഞ അച്ഛൻ്റെ അങ്കിൾ, എൻ്റെ അപ്പൂപ്പൻ ഉണ്ടാക്കുമ്പോഴും നല്ലപോലെ അവർ ടയേർഡാവും, ഒരുപാട് നിന്നെടുക്കും. ഓക്കെ, അതാ ആ കടലയിലോട്ട് ഇപ്പോൾ ആ മെൽറ്റഡ് ജാഗറി ഒഴിച്ചു. ഇനി അതൊന്ന് നമ്മൾ ഒരു ജാം ആകണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചവ്വരി ബോയിൽ ചെയ്തത് ഇട്ട് കൊടുത്തു. അങ്ങനെ അതിനെ വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കിയത്, ബിക്കോസ് പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ കോക്കനട്ടും കാഷ്യൂവും പിന്നെ കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു. നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. ആക്ച്വലി നാളെ പായസം വയ്ക്കാൻ പറ്റത്തില്ല മീൻസ് ഞാനില്ലല്ലോ. അപ്പം എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ഇപ്പോഴേ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇതാ നമ്മുടെ പാലൊഴിക്കാനുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ആ ബബിൾസ് നിൽക്കുന്ന സമയമാണ് പാലൊഴിക്കേണ്ടതെന്ന്. അങ്ങനെ നമ്മുടെ ഒന്നാം പാല് മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസാവും. ആൻഡ് ദെൻ വീണ്ടും അതിനെ ഒന്ന് കട്ടിയാക്കി എടുത്തിട്ട് രണ്ടാം പാല് മിക്സ് ചെയ്യുകയാണ്. ആൻഡ് രണ്ടാം പാല് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും റേസിൻസും ഒക്കെ ഇട്ടിട്ട് കാർഡമവും ഇട്ടിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാം. അതാണ് കടലപ്പായസത്തിൻ്റെ പരിപാടി. ആൻഡ് അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അച്ഛൻ യൂഷ്വലി പായസം വയ്ക്കുമ്പോൾ മധുരത്തിൻ്റെ ഒരു ഓവർ പവറിങ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിലെല്ലാം പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഇനി നാളെ ഇത് അപ്പൂപ്പന് കൊണ്ടുപോയിട്ട് അവിടുത്തെ അനാലിസിസ് പ്രകാരം നമുക്കിതിൻ്റെ റിസൾട്ട് തീരുമാനിക്കാം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല, അച്ഛൻ. ബിക്കോസ് നാളെ ഞാൻ കോളേജിൽ കൊണ്ടുപോകാമെന്നൊരു പ്ലാനുണ്ട്. നോക്കട്ടെ, നടക്കുമെന്നറിയില്ല, എന്നാലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവരൊക്കെ എന്നെ കൊല്ലും. അതുകൊണ്ട് ഐ എം ടേക്കിംഗ് ദിസ് ടു കോളേജ്. ആൻഡ് ആഫ്റ്റർ ഷൂട്ടിംഗ് ദോസ് വീഡിയോസ് ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ പോയി. നാളെ ഇനി കോളേജിൽ പോയിട്ട് വന്നിട്ട് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് എല്ലാം ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണി കാണുന്നത് മാത്രം നാളത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കൃഷ്ണൻ്റെ അമ്പലത്തിലായിരുന്നു പോയത്. അതിനുശേഷം നമ്മൾ മിസ് ഔട്ടാക്കിയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ അതുവഴി ഒരു പ്രൊസഷൻ പോകുന്നുണ്ടായിരുന്നു. ഒരു അമ്പലത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട്
ആയിരുന്നു ആ പ്രൊസഷൻ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനൊക്കെ. എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ ബാൻഡ് ഇതേപോലത്തെ സംഭവമൊന്നും ഞാൻ കണ്ടിട്ടില്ല മുന്നേ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി. എന്തോ കിലുങ്ങുന്ന സാധനം ഇട്ടിട്ടാണ് ഇവരിങ്ങനെ പ്ലേ ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗണപതി അമ്പലത്തിലെ മെഡിക്കൽ കോളേജിലെ ഗണപതി അമ്പലമാണ്. ഒരു വലിയ ഗണപതി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ സാധനം വാങ്ങാൻ വന്നത്. അമ്മ തിരിച്ച് വന്ന ഉടനെ തന്നെ കണി വെക്കാനുള്ള ക്ലീനിങ് തുടങ്ങി. ഞങ്ങൾ ബാൽക്കണിയിലാണ് പൂജ റൂം സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വിഷുക്കണി വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്. അത് ഫ്ലോപ്പായ പോലെ ഒരു ഫ്ലോപ്പാകാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭയങ്കര രസമായിരുന്നു. ചിരിച്ച് മരിച്ചു. ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ ഞാൻ റോ ക്ലിപ്സ് തന്നെ ഇട്ടേക്കാം, വോയിസ് ഓവർ ചെയ്യാതെ. അതിൽ യു ക്യാൻ സീ ദ റിയൽ അനഘ പ്രമോദ് ആൻഡ് ഗായത്രി. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണി ഒരുക്കുന്നുണ്ടെങ്കിലും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്ര പെർഫെക്റ്റ് ആക്കാനൊന്നും അറിയില്ല. നമുക്കറിയാവുന്ന പോലെ ചെയ്യുന്നു. ബാക്കി വയ്യടി, അത് അവിടെ തേങ്ങയാണ് വരേണ്ടത്. ചരിച്ച് ചരിച്ച് വെക്കണം, എല്ലാം കൊള്ളണ്ടേ. ആ, അങ്ങനെ വെക്കും. ഇനി തൊട്ട് പോകുന്നു. നിനക്ക് കോമൺ സെൻസ് ഇല്ലാത്തവരവിടെ ഇപ്പൊ ഈ വെറ്റിലെ എല്ലാം കാണണം, പക്ഷെ ഇതിലൊന്നും കാണാൻ പറ്റില്ല. ഇതെന്തോന്ന് കൊച്ചി വിനാലയാ. അതവിടെ ഇരിക്കട്ടെ, തൊടരുത്. ഇതിന് മുഖം കാണുകയല്ലേ ചെയ്യുന്ന, കൊച്ചിൽ കൂടെ ഉയർത്തി വെക്കണം. അതാണ് ഞാൻ പറഞ്ഞ പീഠം എടുത്ത് വെച്ചിട്ട് പീഠമൊന്നും വെക്കണ്ട. ചക്ക ചക്ക മാങ്ങ. ഫൈനലി ഒരു 2 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ വിഷുക്കണി റെഡിയായി. അമ്മയാണ് കൂടുതലും കണിയുടെ ആ പ്ലേറ്റ് സെറ്റ് ചെയ്തത്. ബിക്കോസ് ഓരോ എലമെൻസിൻ്റെ പൊസിഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമൊക്കെ അമ്മയ്ക്കായിരുന്നു കൂടുതൽ അറിയാവുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തു, അത്ര തന്നെ. എന്തായാലും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ കസിൻസും പിന്നെ വിഷു ബാക്ക് ഹോമാണ്. കാരണം നമ്മൾ ആ ഗ്രാമപ്രദേശത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന വിഷു ഒരു വേറെ വൈബ് തന്നെയാണ്. അമ്പലത്തിൽ പോക്കും നമ്മൾ ഈ ചക്ക മാങ്ങ അതൊക്കെ പറമ്പുകളിൽ നിന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്, സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നല്ല. അപ്പോൾ അതൊക്കെ ഒരു നല്ല വൈബാണ്. ഈ ഗെറ്റിംഗ് റെഡി വിത്ത് മീനെക്കാട്ടിലും ഒരിക്കലും സുഖമില്ലാത്ത പരിപാടിയാണല്ലേ ഗെറ്റിംഗ് അൺറെഡി വിത്ത് മീ. കം ലെറ്റ്സ് ഗെറ്റ് അൺറെഡി വിത്ത് മീ. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് അമ്മയാണ് ചെയ്തു തന്നത്. അവിടെ ഇവിടെ എല്ലായിടത്തുമൊക്കെ ഹെയർ പിൻസൊക്കെ വെച്ച് കുത്തി. അയ്യോ, അൺറെഡി ആവാൻ തന്നെ ഒരുപാട് ടൈം എടുത്തു. മുല്ലപ്പൂവൊക്കെ ഞാൻ വലിച്ചൂരി ദൂരെ കളഞ്ഞു. ബിക്കോസ് ആ മുല്ലപ്പൂ വച്ചത് മുതൽ, എനിക്ക് യൂഷ്വലി അങ്ങനെ വരാറില്ല, വച്ചത് മുതൽ ഞാൻ തുമ്മുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ഫോട്ടോ എടുത്തിട്ട് ഊരാന്ന് വിചാരിച്ച് അതങ്ങ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ടാങ്കിൾഡ് അപ്പ് ആയിട്ടുള്ള മുടി ഒന്ന് ഡീടാങ്കിൾ ചെയ്യാൻ ഞാൻ ഈ സിറവും ലോങ് വൈറ്റ് ബ്രഷും വെച്ചിട്ട് കോംബ് ചെയ്തു ഹെയർ. ദെൻ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ക്ലെൻസർ വച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. ക്ലെൻസർ ഈസ് ഗുഡ് ഫോർ ക്ലീനിങ് യുവർ ഫേസ് ആഫ്റ്റർ മേക്കപ്പ്. ബിക്കോസ് അതാണ് നമ്മുടെ കാജലും ലിപ്സ്റ്റിക്കും ഒക്കെ കുറച്ചുകൂടി കളയാൻ എഫക്റ്റീവ്. മേക്കപ്പ് റിമൂവൽ ഡൺ. ലെറ്റ്സ് ഡു സം ഫേസ് വാഷ്. ഡബിൾ ക്ലെൻസിങ് പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ടു ഡു മൈ സ്കിൻ കെയർ. I don't do skincare very often, but this time I knew that my skin was pretty abused. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ എല്ലാം ശരിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങനെ ചെയ്തിട്ട് ഞാൻ സിറം ഇട്ട് കൊടുത്തു പ്ലമ്മിൻ്റെ. ദെൻ മോയ്സ്ചറൈസർ ഇട്ടു പ്ലമ്മിൻ്റെ തന്നെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇതാണ് എൻ്റെ സ്കിൻ കെയർ ചെയ്ത ഫേസ്. എന്നിട്ട് ഞാൻ ഡിന്നർ കഴിച്ചു. വെജായിരുന്നു ഫുൾ, പനീർ കറി ആൻഡ് ഗോബി.
എന്നിട്ട് ഐ റെഡ് സംതിങ് ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ ആൻഡ് ദെൻ I went back to sleep. Happy Vishu to you guys. Adios.